ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 787 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലെമോൻ 1 അധ്യായം 6 തിരുവചനമാണ്. എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബ്രിട്ടീഷ് പൗരന്മാർക്ക് നൽകുന്ന വാർഷിക സർവീസ് അവാർഡായ മോണ്ടി മണി ഹോണറിയുടെ 2021 ജേതാവായി മാൽക്കം ക്ലൗട്ടിനെ തിരഞ്ഞെടുത്തു. എലിസബത്ത് രാജ്ഞിയാണ് അവാർഡ് നൽകിയത്. അംഗീകാരം ലഭിക്കുമ്പോൾ 100 വയസ്സുള്ള ക്ലൗട്ട് തൻ്റെ ജീവിതകാലത്ത് 1000 ബൈബിളുകൾ വിതരണം ചെയ്തു. മാത്രമല്ല, ഈ ബൈബിൾ ലഭിച്ചവരുടെ എല്ലാം പേരുവിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹം പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു. അവരോടുള്ള മാൽക്കം ക്ലൗട്ടിൻ്റെ സ്നേഹമായിരുന്നു ഈ പ്രാർത്ഥന. തൻ്റെ കത്തുകളുടെ സ്വീകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ പൗലോസിനെയാണ് തൻ്റെ ലേഖനങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ടതായ തിരുവചന ഭാഗം ഫിലെമോൻ 1:6. എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തിമോത്തിയോസിന് എഴുതി, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും നിന്നെ ഞാൻ സ്മരിക്കുന്നു എന്ന്. മാൽക്കമിനെ പോലെ പ്രാർത്ഥിക്കുവാൻ 1000 പേരൊന്നുമില്ലെങ്കിലും നമുക്കറിയാവുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എപ്പോഴും സ്വീകൃതമാകും എന്നും നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഏറ്റവും മനോഹരമായ ഒരു മാർഗമാണ് ഈ പ്രാർത്ഥന എന്നും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ അരികിലുള്ളവർക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.